ഇന്ന് മാർച്ച് 8, 2026. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നടുക്കുന്ന വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അഥവാ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ സർവ്വ നിയന്ത്രണവും വിട്ടുപോയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ചിരവൈരികളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ ഒരു പ്രോക്സി വാർ അല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളും നേർക്കുനേർ മിസൈലുകൾ അയക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയിലായി കഴിഞ്ഞു. ഇന്നലെ രാത്രി തെഹ്റാനിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബിങ്ങിന് പിന്നാലെ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തിരിച്ച് വലിയൊരു പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ മാത്രമല്ല, കുവൈത്ത് എയർപോർട്ടും അതുപോലെ സൗദിയിലെ നയതന്ത്ര മേഖലകളും ഒക്കെ ലക്ഷ്യമാക്കി ഇറാന്റെ ഡ്രോണുകൾ കുതിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നിരുപാധികമായ കീഴടങ്ങൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒരു വശത്ത് ഇറാന്റെ പരമാധികാരി കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ, മറുവശത്ത് ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന എണ്ണ പ്രതിസന്ധി. ഇത് വെറും ഒരു യുദ്ധമാണോ അതോ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? അമേരിക്കയുടെ റോൾ എന്താണ്? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്? പരിശോധിക്കാം. നമുക്ക് കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. എല്ലാം തുടങ്ങിയത് ഒക്ടോബർ 1-നാണ്. ഏകദേശം 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. എന്തിനായിരുന്നു ഇറാനിന്റെ ഈ ഒരു നീക്കം? ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയും അതുപോലെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഇസ്രായേൽ വധിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ഒരു ആക്രമണം. ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ പണ്ടേ പറഞ്ഞിരുന്നു, അതവർ പ്രവർത്തിച്ചു കാണിച്ചു. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇസ്രായേൽ എന്തായാലും വെറുതെ ഇരിക്കില്ല. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഇറാൻ കാണിച്ചത് വലിയൊരു തെറ്റായിപ്പോയി, അതിനവർ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ ചെറുതാകില്ല, അത്രയും വലിയൊരു തിരിച്ചടി അവർക്ക് കൊടുത്തിരിക്കുമെന്നാണ് നെതന്യാഹു ഈ വരികളിലൂടെ ലോകത്തിന് നൽകിയ വാർണിംഗ്. അത് തന്നെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ഇസ്രായേൽ അവരുടെ അടുത്ത തിരിച്ചടിക്കുള്ള പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. വെറും ഒരു സാധാരണ ആക്രമണം അല്ല ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഓയിൽ റിഫൈനറീസ്, എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണ് ഇസ്രായേൽ ആലോചിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഇപ്പോൾ ലെബനനിൽ ഗ്രൗണ്ട് ഇൻവേഷൻ ശക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഓരോ ഒളിത്താവളങ്ങളും അവർ തകർക്കുകയാണ്. ഇതിനിടയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല, പക്ഷേ ഇസ്രായേൽ അത് കേൾക്കുമോ? അതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. ഈ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകം അമേരിക്ക തന്നെയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് US. ഇറാൻ മിസൈൽ തൊടുത്തപ്പോൾ അത് വീഴ്ത്താൻ സഹായിച്ചത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ്. എന്നാൽ ഒരു വലിയ റീജിയണൽ വാർ ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നൊരു വശം കൂടിയുണ്ട് ഇവിടെ. എന്തുകൊണ്ടെന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്. പെട്രോൾ വില വർദ്ധിച്ചാൽ അത് ഡെമോക്രാറ്റുകൾക്ക് വലിയ തിരിച്ചടിയാകും. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കാര്യങ്ങളൊന്ന് ശാന്തമാക്കുക. ഒരു എസ്കലേഷൻ വഴി മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ വാഷിംഗ്ടൺ വലിയ തോതിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇനി അവർ ഇസ്രായേലിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നെതന്യാഹുവിന് ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തന്റെ ശത്രുക്കളെ വേരോടെ പിഴുതെറിയുക. ഇസ്രായേൽ പറയുന്നത് അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുമെന്നാണ്. ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം, പുറത്തു നിന്നുള്ള ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇനി ഇറാന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇറാൻ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങൾ അവരെ തളർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇറാന്റെ ഓയിൽ ഫീൽഡുകൾ ആക്രമിച്ചാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകരും. അത് പട്ടിണിക്കും ആഭ്യന്തര ലഹളയ്ക്കും കാരണമായേക്കാം. എന്നാൽ ഇറാന്റെ പക്കൽ വലിയൊരു മിസൈൽ ശേഖരമുണ്ട്. തങ്ങളെ ആക്രമിച്ചാൽ ഇസ്രായേലിലെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തകർക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റൂട്ടായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഇറാൻ മടിച്ചില്ല എന്നതും നമ്മൾ ഇവിടെ ഓർക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാകാം ഇത് നമ്മെ നയിക്കുന്നത്. ഇനി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ 8ാം ദിവസമായ ഇന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ചില നിർണായക പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും 2 കാര്യങ്ങളാണ് പെസഷ്കിയാൻ പറഞ്ഞത്. ഒന്ന്, ഒരു മാപ്പപേക്ഷയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈത്ത്, UAE, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ അദ്ദേഹം പരസ്യമായി ക്ഷമ ചോദിച്ചു. മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം സംഭവിച്ചതാണ് ഇതെന്നും അയൽ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാന് ഉദ്ദേശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തേത് ഒരു മുന്നറിയിപ്പാണ്. മാപ്പ് പറഞ്ഞെങ്കിലും കൂടി ഒരു കടുത്ത നിബന്ധനയും അദ്ദേഹം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മണ്ണുപയോഗിച്ച് അമേരിക്കയോ ഇസ്രായേലോ ഞങ്ങളെ ആക്രമിക്കാതിരുന്നാൽ മാത്രം ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കാം. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ആ രാജ്യങ്ങൾക്കും കിട്ടുമെന്ന പരോക്ഷമായ ഭീഷണിയാണിത്.
അതായത് ഇതിനെ ഒരു ക്ഷമാപണം ഒപ്പം ഒരു മുന്നറിയിപ്പും എന്ന് വിളിക്കാം. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഞങ്ങളെ ആക്രമിക്കാൻ നിന്നാൽ നിങ്ങളെയും വിടില്ല എന്നൊരു സ്ട്രാറ്റജിക് വാർണിംഗ് കൂടി ഇറാൻ പ്രസിഡന്റ് നൽകുന്നുണ്ട്. ശരിക്കും ഒരു ഡബിൾ ഗെയിം തന്നെയാണ് ഇത്. എന്നാൽ പ്രസിഡന്റ് ഇങ്ങനെ പറയുമ്പോഴും ഇറാന്റെ സൈനിക വിഭാഗമായ IRGC ഇന്നും സൗദിക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിനർത്ഥം ഇറാന്റെ ഉള്ളിൽ തന്നെ രാഷ്ട്രീയക്കാരും സൈന്യവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ്. അതേസമയം മസൂദ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞത് അവിടുത്തെ കടുത്ത യാഥാസ്ഥിതികരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. രാജ്യം ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ പ്രസിഡന്റ് മാപ്പ് പറയുന്നത് ഇറാന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്നാണ് അവിടുത്തെ സൈന്യമായ IRGCയും ഹാർഡ് ലൈനേഴ്സും ഒക്കെ പറയുന്നത്. പ്രസിഡന്റിന്റെ മാപ്പപേക്ഷ ഒരു വലിയ പരാജയമായിട്ടാണ് ഇറാനിലെ തീവ്ര നിലപാടുള്ളവർ കാണുന്നത്. നമ്മളെ ആക്രമിച്ചവരോട് എന്തിനാണ് നമ്മൾ മാപ്പ് പറയുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഇത് ഭരണകൂടത്തിനുള്ളിൽ തന്നെ വലിയൊരു വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ലോകത്തോട് സമാധാനം സംസാരിക്കുന്ന പ്രസിഡന്റ്, മറുവശത്ത് യുദ്ധം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന സൈന്യം. ഇതിനിടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്നത് ഇറാന്റെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇനി പലരും ചോദിക്കാറുണ്ട്, ദൂരെ എവിടെയോ നടക്കുന്ന ഈ യുദ്ധം നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെ സീരിയസ് ആണ്. ഒന്നാമത്തെ കാര്യം ഓയിൽ പ്രൈസസ് തന്നെയാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. യുദ്ധം മുറുകിയാൽ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും. അത് സാധനങ്ങളുടെ വില കയറ്റത്തിന് കാരണമാകും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷ വലിയൊരു തലവേദനയാണ്. മൂന്നാമതായിട്ട് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, ഈ യുദ്ധം കാരണം പാതി വഴിയിൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. പ്രധാനമന്ത്രി മോദി സമാധാനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ബാലൻസിംഗ് ആക്ട് ആണ്. ഒരു ബാലൻസ്ഡ് ഡിപ്ലോമാറ്റിക് അപ്രോച്ച് വഴി മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂ. ഇസ്രായേലുമായുള്ള സൗഹൃദം, അറബ് രാജ്യങ്ങളുമായുള്ള ബിസിനസ്, ഈ രണ്ട് ബന്ധങ്ങളും ഒരുപോലെ കാത്തു സൂക്ഷിക്കുക എന്നത് ഡൽഹിക്ക് ഇപ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്നത് നോക്കാം. 3 സാധ്യതകളാണ് വിദഗ്ധർ കാണുന്നത്. ഒന്നാമത്തേത് ഒരു ലിമിറ്റഡ് റിറ്റാലിയേഷൻ ആണ്. അതായത് ഇസ്രായേൽ ഇറാനിന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കുന്നു, യുദ്ധം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേത് ഒരു ഫുൾ സ്കെയിൽ ആയിട്ടുള്ള വാറാണ്. ഇസ്രായേൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങൾ തകർക്കുന്നു, ഇറാൻ തിരിച്ചു വലിയ ആക്രമണം നടത്തുന്നു. അമേരിക്കയും ഹിസ്ബുള്ളയും ഹൂതികളും നേരിട്ട് യുദ്ധത്തിലേക്ക് വരുന്നു. ഇനി മൂന്നാമത്തേത് ഒരു സീസ് ഫയർ ആണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു. പക്ഷേ ഇതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരു ടോട്ടൽ വാറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകം ഇപ്പോൾ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. 8ാം ദിവസം യുദ്ധം അടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ എന്ന രാജ്യം ഇപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ കത്തുകയാണ്. ഒരു വശത്ത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതിമാരകമായ മിസൈലുകൾ, മറുവശത്ത് സ്വന്തം നാട്ടിലെ ഭരണകൂടത്തിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ആ മാപ്പപേക്ഷ അതൊരു സമാധാന ശ്രമമായിരുന്നോ അതോ വെറും ഒരു തന്ത്രമായിരുന്നു? എന്ത് തന്നെയാണെങ്കിലും ആ നീക്കം ഇറാന്റെ ഉള്ളിൽ തന്നെ വലിയൊരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. ഹാർഡ് ലൈനേഴ്സും അതുപോലെ സൈന്യവും പ്രസിഡന്റിനെതിരെ തിരിയുമ്പോൾ ഇറാൻ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നുകിൽ ഒരു പൂർണ്ണമായ സൈനിക ഭരണം, അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചടി. യുദ്ധത്തിന്റെ കനലുകൾ എന്തായാലും അണയുന്നില്ല. ആഗോള വിപണിയിലെ എണ്ണവില മുതൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കുന്ന വലിയൊരു പ്രത്യാഘാതത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമാധാനം വേണോ അതോ സർവനാശം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ നേതാക്കളാണ്. യുദ്ധം ആർക്കും ഗുണമല്ല, അത് സാധാരണക്കാരുടെ കണ്ണുനീർ മാത്രമേ ബാക്കി വെക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.